ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് വൻ മിസൈൽ വർഷം. ടെലവീവിലടക്കം കനത്ത നാശനഷ്ടങ്ങൾ. സൊറോക്ക ആശുപത്രി അടക്കം തകർന്നു. ഇറാന്റെ ആണവ റിയാക്ടറുകൾ തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇറാൻ ആണവ കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് വലിയ മിസൈൽ വർഷം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. 4 കേന്ദ്രങ്ങളിലേക്കായിരുന്നു മിസൈൽ വർഷം എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 4 ഇടങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള മിസൈൽ വർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൊറോക്ക ഹോസ്പിറ്റൽ അടക്കമുള്ളവ തകർന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. വിവരങ്ങളുമായി അശ്വജിത്ത് ഉണ്ട്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അശ്വജിത്ത്, കാര്യങ്ങൾ ഇങ്ങനെ കൈവിട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ഇടപെടലും സമവായ ശ്രമങ്ങൾക്കായി ഉണ്ടാകുന്നില്ല. ഇറാൻ വലിയ തോതിൽ മിസൈലുകൾ വർഷിക്കുന്നു. ഇസ്രായേൽ തിരിച്ചും ഇറാന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആക്രമിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മരണസംഖ്യ എത്രത്തോളം എത്തിയിരിക്കുന്നു? എന്താണ് വിവരം? ദിവിഷ്, ഏതായാലും കാര്യങ്ങൾ ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് സമാധാനം പുലരട്ടെ എന്ന് ഓരോ ദിവസവും ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യാശിക്കുമെങ്കിൽ പോലും അങ്ങനെയൊന്നും ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരം. ഇന്ന് സ്വാഭാവികമായി ഇന്നലെ രാത്രിയും അത് തുടർന്ന് ഇന്ന് പുലർച്ചെയും ഒക്കെയായി വ്യാപകമായ ആക്രമണമാണ് ഇസ്രായേലും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ്സ് പ്രകാരം ഇസ്രായേലിൽ കനത്ത നാശമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയുന്നത് മധ്യ ഇസ്രായേലിലും ഒപ്പം തന്നെ തെക്കൻ ഭാഗങ്ങളിലും, അതിൽ ടെല്ലവീവിലാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 60-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് ഈ സൊറോക്കോ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ കെട്ടിടം തകർന്നു പോയതായും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എനിക്ക് സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ഇസ്രായേലിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് ഈ സൊറോക്കോ. ആ ഹോസ്പിറ്റൽ കെട്ടിടം ആകെ തകർന്നു പോയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം ഈ മധ്യ ഇസ്രായേലിൽ പലയിടത്തും ആക്രമണം നടന്ന ഏതാണ്ട് 5ഓളം ഇടങ്ങളിൽ, കൃത്യമായി എവിടെ എന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഏതാണ്ട് 5ഓളം കേന്ദ്രങ്ങളിൽ ഇറാന്റെ മിസൈൽ ചെന്ന് പതിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇസ്രായേലും കാര്യമായ ആക്രമണം ഇറാനിൽ നടത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം ഹോന്തോബ് ആണവ റിയാക്ടർ, അവിടെ ഈ ആണവ ഊർജ്ജവുമായി ബന്ധപ്പെട്ട ഗവേഷണമൊക്കെ നടക്കുന്ന സ്ഥലമാണ് എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അവിടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി എന്നും, എന്നാൽ കാര്യമായ പ്രശ്നം ആ റിയാക്ടറിന് ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ ആക്രമണം ഏറെക്കുറെ നേരത്തെ പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ അതിനാവശ്യമായ പ്രിക്കോഷൻസ് എടുത്തിരുന്നു. അതുകൊണ്ട് റേഡിയേഷൻ പോലുള്ള ഗുരുതരമായ ഹോസ്പിറ്റലിന് സമീപത്ത് തന്നെയാണ് ഇസ്രായേലിന്റെ ഒരു മേജർ മിലിറ്ററി ക്യാമ്പ് എന്നുകൂടി റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അശ്വജിത്ത്, അവിടം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവിടെ നാശനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആക്രമണമായിരുന്നോ? മാധു, അങ്ങനെ തന്നെയാണ്. അതായത് ഇറാനിയൻ മീഡിയ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രായേലിന്റെ ആർമി കേന്ദ്രങ്ങളും ഒപ്പം ഇന്റലിജൻസ് ഫെസിലിറ്റീസും, അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെയൊക്കെ ഇന്റലിജൻസ് കേന്ദ്രങ്ങളും ഇതെല്ലാം ലക്ഷ്യമിട്ടു. ടെലവീവിലും പരിസരത്തുമൊക്കെയായുള്ള ഈ 2 കേന്ദ്രങ്ങൾ കൂടെ ലക്ഷ്യമിട്ടു എന്ന് അവകാശപ്പെടുന്നുണ്ട്, ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊരു വ്യക്തത പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം ഈ ആശുപത്രിക്കുണ്ടായ കേടുപാടുകൾ, ആശുപത്രി കെട്ടിടത്തിനുണ്ടായ കേടുപാടുകൾ, ഒപ്പം അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ആക്രമണത്തിൽ ഉണ്ടായ വലിയ തോതിലുള്ള ആളുകൾക്കേറ്റ പരിക്ക്, ഇതാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ മാധു സൂചിപ്പിച്ച പോലെ തന്നെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലിന്റെ ചില ആർമി കേന്ദ്രങ്ങളും ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളിൽ കൂടെ ഈ ആക്രമണം നടന്നു എന്ന്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. വരും മണിക്കൂറുകളിൽ അതിന്റെ ഒരു സ്ഥിരീകരണം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി.